അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കിൽ എടുക്കുന്ന തുണികളൊക്കെ ഉണ്ട്. ഞാൻ 10 പീസ് മാക്സി ഇറക്കിയിട്ടാ. മാക്സി തുണി ഇറക്കി. അതൊക്കെ സിമ്പിളായിട്ട് അങ്ങനെ പോയിട്ടോ. 10 ഉണ്ടായിരുന്നുള്ളൂ, ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തയ്ച്ചിട്ടില്ല. തയ്ച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ അങ്ങനെ ഇട്ടേക്കാണ്. ഇനി അവള് അപ്പുറത്തുള്ള ജാസ്മി തയ്ക്കും. നമുക്ക് മെഷീനില്ലാത്ത കാരണം തയ്ക്കാൻ പറ്റില്ല. അവള് തയ്ച്ചിട്ട് വേണം കൊടുക്കണമെങ്കിൽ. പിന്നെ 2-3-4 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് 3-4-5 ദിവസമായിട്ടുണ്ടാവും ഇട്ടിട്ട്. കുറച്ച് വയ്യായൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വയ്യായൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിലൊക്കെയാണ് വീഡിയോ ഇടാതെ ഇരുന്നത്. പിന്നെ തലവേദന ഒക്കെ കിട്ടി, അതുകൊണ്ടാട്ടോ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ഞാൻ അന്നാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അവളുടെ കാര്യമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേര് ബാഡ് കമന്റ് ഇട്ടിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കണം, നിങ്ങളും തുടങ്ങിയ പച്ചർച്ചി തിന്നല് അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, അവളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ തിരിച്ചു പറയില്ലേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോടൊന്നും മറുപടി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആയിക്കോട്ടെ ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കമന്റിനൊക്കെ മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്തായിരിക്കണു, ഇപ്പൊ എന്താ അവളുടെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ആരെങ്കിലും ഒരാളെങ്കിലും അവളെ നല്ലത് പറയണ്ട. അങ്ങനത്തെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവള് പറയണത്. പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞു ചോദിക്കണ്ടായിരുന്നു. ഞാൻ അവളെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് ഞാൻ നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വീഡിയോ ആണെങ്കിലും, ഇപ്പോൾ ഷാജിദയുടെ വീഡിയോ മാത്രമല്ല, ഏതൊരു വീഡിയോ കണ്ടാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇന്ന ആളുടെ വീഡിയോ ആണ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അത് നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് അറിയാം, അറിയണ കാര്യമാണ്. അപ്പം ഞാൻ സങ്കടമുള്ള വീഡിയോ ആണെങ്കിലും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളാണെങ്കിൽ, പിന്നെ ആർക്കെങ്കിലും ഒരു സഹായത്തിന്റെ വല്ല വീഡിയോ ആണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഷാജിദയുടെ വീഡിയോ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഒരുപാട് സബ് ഉണ്ടായിരുന്നു അവൾക്ക്. പക്ഷെങ്കിലും ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനൽ കാണുന്ന ഒരാളെങ്കിലും കയറി സപ്പോർട്ട് ചെയ്തെങ്കിൽ അങ്ങനെ കാണുക വെച്ചെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാനലിൽ ഇട്ടത്. അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ കണ്ടിരുന്ന ആൾക്കാരിൽ 2-3-4-5 പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞിട്ടാണ് കണ്ടത്, കുഴപ്പമില്ല, കണ്ടു, നല്ല ചാനലാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ആ കമന്റൊക്കെ. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതാണ്. എനിക്ക് അവളോട് കുശുമ്പോ കുനിറ്റോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പച്ചിറച്ചി തിന്നാനായിട്ടും ഞാൻ വന്നിരുന്നതല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ തോന്നുകയാണ്. ഒരാള് നമ്മളത്രയും സ്നേഹിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്ന നല്ല സബ്സ്ക്രൈബർമാരേനെ അവൾ പറയണില്ല എന്ന് പറയുന്നുണ്ട്. സബ്സ്ക്രൈബർമാരേനെ പറഞ്ഞിട്ടില്ലെങ്കിലും സംസാര രീതി മാറി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴെന്തൊക്കെ കുറേ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. കുറേ ചാനലുകാർ റിയാക്ഷൻ വീഡിയോ ആൾക്കാർ നടത്തുന്ന വീഡിയോ ആൾക്കാർ ഇരുന്നിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലത്തൊക്കെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ പെറ്റത്തള്ള സഹിക്കില്ല. അത്ര കമന്റുകളാണ് അവൾക്കെതിരെ വരണത്. അപ്പൊ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനാണ് നിങ്ങളെല്ലാവരും കൂടിയിട്ട് എൻ്റെ മെക്കെട്ട് കയറിയത്. അപ്പൊ എന്തിനാ അതിന് ചെയ്യാൻ നിൽക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു, പിന്നെ 2-3 ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അതിന് മറുപടി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ സമയമാവട്ടെ പിന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അവളെന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സപ്പോർട്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല. എത്തിയ മക്കളെന്നെ നോക്കണ ഒരു സ്ത്രീനെ ഇങ്ങനൊന്നും പറയാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് ഞാൻ മറുപടി പറയണ്ടേ, മറുപടി പറയാതിരുന്നത് ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. യത്തീം മക്കളെ നോക്കണ സ്ത്രീയെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലത്തെ യത്തീം തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും. എൻ്റെ ഉപ്പ എനിക്ക് 8-9 വയസ്സുള്ളപ്പോൾ എൻ്റെ ഉപ്പ മരിച്ചതാണ്. എൻ്റെ ഉമ്മയും ഞങ്ങളെ അതുപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ അങ്ങനെ നോക്കുന്നുണ്ട്, ഇപ്പോഴും നോക്കുന്നുണ്ട്. ഭർത്താവില്ലാണ്ടും ഭർത്താവ് ഇട്ടിട്ട് പോയിട്ടും ഒക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെ മക്കളെ നോക്കുന്നവരുണ്ട്. അതിപ്പോ ഷാജിദ മാത്രല്ല. പക്ഷെ ആ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ്. എൻ്റെ എളാമ്മയുടെ മോള് എന്നെക്കാളും താഴെയാണ്. എൻ്റെ സ്വന്തം ഉമ്മാടെ അനിയത്തിയുടെ മോള് എന്നെക്കാളും താഴെയാണ്. അവൾക്ക് 3 ആൺകുട്ടികളാണ്. അവളുടെ ഭർത്താവ് മരിച്ച് ഇപ്പോഴും അവള് ആ കുട്ടികളെ അന്തസ്സായിട്ട് തന്നെയാണ് നോക്കണത്, ഒരു പ്രശ്നവും ഇല്ലാണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്നവർ ഇന്നും ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ
ഞാൻ അവളേനെ കുറ്റം പറയാനോ ഒന്നിനും വന്നതല്ല. അവളേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല. ഞാനിട്ട വീഡിയോ നിങ്ങൾ ചിലപ്പോൾ മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല. പകുതിയൊക്കെയും കണ്ടിട്ടുണ്ടാവുക. എന്താണെങ്കിലും ശരി, എനിക്ക് ആ വീഡിയോ ഇട്ടതിൽ എനിക്കൊരു തെറ്റും ഇപ്പോഴും തോന്നണില്ല. ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്, പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഇപ്പോഴും അവളെ തന്നെയാണ് ഞാൻ പറയണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുണ്ട് സംസാരത്തിൽ. അവൾ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. അത് ചോറ് തിന്നുന്ന ആൾക്കാർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന കുറേ പേര് നിങ്ങൾ എന്തിനാ ഈ പണിക്ക് നിൽക്കണമെന്നൊക്കെ ചോദിച്ച കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി ഞാൻ ഷാജിദാനെ കുറിച്ച് വീഡിയോ ചെയ്യില്ല. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് പറയാനത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അന്നത്തോടു കൂടി നിർത്തിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ ഇത്രയും കമൻറ്റ് ഇട്ട സ്ഥിതിക്ക് ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഇനി ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ കമൻറ്റ് ഇട്ടത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും കുട്ടികളൊക്കെ കളിക്കാൻ പോയിക്കോട്ടെ. ഇന്ന് ആർക്കും സ്കൂളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഒക്കെ അവിടെ അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജാതി കാലാവസ്ഥയാണ്. മഴയും ആകെ മൂടിക്കെട്ടലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അകത്തിരിക്കുകയാണ്. ഇനി ചായയൊക്കെ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വന്ന് പറയാമെന്ന് വിചാരിച്ചു. അതാണ് കുറച്ച് ആൾക്കാർ എന്താ ഇത്ര വീഡിയോ ഇടാത്ത, കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് വരാഞ്ഞത്. പിന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറയില്ലേ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ആയുഷ് എന്ന് കേട്ടിട്ടില്ലേ, ആയുഷിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ വാങ്ങാൻ വരലും കൊടുക്കലും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞാൻ വീഡിയോ കുറച്ച് ദിവസം അങ്ങനെ വെച്ചത്. അപ്പോൾ കമൻറ്റ് വരാനുള്ളതൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങളുടെ പേരിൽ അവൾ കേസ് എടുക്കും അത് വരെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സ്. കേസ് എടുക്കാനാ ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആൾക്കാർ മൊത്തം അവളതിനെ കുറിച്ചിട്ടാണ് പറയണത്. അങ്ങനെ വെച്ചാൽ എല്ലാവർക്കും കേസ് ഉണ്ടാവും. ഞാൻ അവളതിനെ ഒരു കുറ്റം ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ വെച്ചാൽ കേസ് വരട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചെങ്കിൽ ആവട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ അവളെ കുറിച്ച് പറയില്ല. ഇതാ ലാസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് അവളെ കുറിച്ച് പറയണതേ എനിക്കിപ്പോൾ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിനി പറയില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോ അല്ല കേട്ടോ, അവളെ കുറിച്ച് പറയണ ലാസ്റ്റ് വീഡിയോ. നമ്മൾ പാവങ്ങൾ ഇപ്പോഴും ഇനി കുറേശ്ശെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.